എല്ലാവർക്കും നമസ്കാരം. ഗീത അധ്യായം 9 ശ്ലോകം 13. മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിത ഭജന്തി അനന്യമനസോ ജ്ഞാത്വാ ഭൂതാദിമവ്യം. അർത്ഥം: അല്ലയോ പാർത്ഥ, മഹത്തായ സത്യത്തിൽ മനസ്സുറപ്പിച്ച് ദൈവിക സ്വഭാവത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന മഹാത്മാക്കളാകട്ടെ എന്നെ സർവഭൂതങ്ങളുടെ ആദ്യ കാരണമായും അവ്യയനായും അറിഞ്ഞു അനന്യ മനസ്കരായി ഭജിക്കുന്നു. ഇവിടെ കർമ്മയോഗമോ ജ്ഞാനയോഗമോ സഗുണോപാസനയോ നിർഗുണോപാസനയോ എന്തു തന്നെയായാലും ഒരുവന് സത്യം അവനവന്റെ ആത്മാവ് തന്നെയാണെന്നും മനഃശുദ്ധി നേടിയാൽ പിന്നെ ഉള്ളിൽ ഭയപ്പെടാനില്ല എന്നും വ്യക്തമാക്കുന്നു. അതോടെ തന്നെ അവർ ദൈവിക പ്രകൃതി വികാസം പ്രാപിക്കുകയും ചെയ്യും. തമസും രജസും അകന്ന് ലോകസുഖങ്ങളിൽ പതുക്കെ വിരക്തമായി തീരുന്ന മനസ്സ് കാരുണ്യം, സമഭാവന, ഭയമില്ലായ്മ തുടങ്ങി ദൈവിക സമ്പത്തുകൾ സമാഹരിച്ച് സത്വഗുണപ്രകാശം കൊണ്ട് നിറയും. ഇതാണ് ദൈവിക പ്രകൃതിയുടെ സ്വഭാവം. ശ്ലോകം 14. സതതം കീർത്തയന്തോ മാം യദന്തശ്ച ദൃഢവ്രത നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്ത ഉപാസതേ. അർത്ഥം: അല്ലയോ പാർത്ഥ, ഭഗവത് പ്രാപ്തി എന്ന ലക്ഷ്യത്തിൽ ഉറപ്പുവന്നാൽ സദാ ഭഗവത് നാമം ഉച്ചരിച്ചും നിശ്ചയദാർഢ്യത്തോടെ ഇന്ദ്രിയ മനസ്സുകളെ വശത്താക്കി സ്വധർമ്മമനുഷ്ഠിച്ചും ഭഗവത് സന്നിധിയിൽ നമസ്കരിച്ചും പരപ്രേമത്തോടുകൂടി അവർ എന്നെ ഭജിക്കുന്നു. അതായത് ഭഗവത് സന്നിധിയിൽ പ്രണാമം ചെയ്യുന്നതുകൊണ്ട് അഹന്ത പാകപ്പെടുന്നു. പ്രണാമം എപ്പോഴും ശരീരം കൊണ്ട് തന്നെ വേണമെന്നില്ല, മനസ്സുകൊണ്ടും ഈശ്വര പ്രണാമമാകാം. സർവത്ര ഈശ്വര പ്രണാമം ആകുന്നതോടെ ഈശ്വര സാന്നിധ്യം അനുഭവപ്പെടുന്നു. എല്ലാ പ്രപഞ്ച ഘടകങ്ങളെയും ഈശ്വര ബുദ്ധിയ മനസ്സുകൊണ്ട് പ്രണമിക്കാവുന്നതാണ്. നിത്യയുക്തത്വത്തെ ദിവസേന ഗാഠതരമാക്കി തീർക്കുന്നത് ഭക്തിയാണ്. ഭഗവത് ഭജനം കൊണ്ട് ചിത്തപ്രീതി വളരും തോറും ഭഗവത് പ്രേമം വർദ്ധിക്കുന്നു. ഭഗവാനോടുള്ള പരപ്രേമം തന്നെയാണ് ഭക്തി. ഇതെല്ലാം തന്നെ നിത്യയുക്തന്റെ ഈശ്വരഭജനമാകുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. മലയാള പരിഭാഷ: ദിവ്യമായി ഈടുമി പ്രകൃതിയെ ആശ്രയിച്ചിടും മഹാത്മാക്കളാകുന്ന യോഗികൾ സർവഭൂതങ്ങൾക്കു ഹേതുവായിടുന്ന ദൃശ്യനാം എന്നെ അറിഞ്ഞു സേവിച്ചിടും. ദൃഢവ്രതത്തോടെയും യജ്ഞങ്ങൾ ആചരിച്ചെപ്പോഴും ഭക്തിയോടെന്നെയും കീർത്തിച്ചു ഉപാസിച്ചിടും മഹാത്മാക്കളായിടുന്ന യോഗി സാഷ്ടാംഗം നമിക്കുന്നു തന്നെയും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി.